വികസനം ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടോ? വികസനം, റോഡ്, മറ്റ് സൗകര്യങ്ങൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ പറയുന്ന തോതിൽ നടപ്പായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ കടന്നു പോകുന്ന റിപ്പോർട്ടുകളിൽ, നമ്മൾ തന്നെ കാണുന്ന കാഴ്ചകളിൽ അങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ പ്രശ്നമാണ്. നിങ്ങൾക്ക് പ്രത്യേക ഘട്ടത്തിൽ യുപിയിലേക്ക് പോകുന്നു, ചില പ്രത്യേക ഘട്ടത്തിൽ ബീഹാറിലേക്ക് പോകുന്നു. ഒരു കാര്യം 2006 ശേഷം LDF അധികാരത്തിൽ വന്നത് എല്ലാം 90 സീറ്റിൽ അധികം മേടിച്ചിട്ടാണ്. ആയിക്കോട്ടെ, അതൊരു ശരി തന്നെയാണ്. അതൊരു ശരിയാണ്. എക്സിറ്റ് പോൾ വരുന്ന ദിവസമാണല്ലോ. കഴിഞ്ഞ 2021 എക്സിറ്റ് പോൾ വന്ന സെയിം ഡേറ്റ് ആണ് വന്നത്. അതില് എങ്ങനെയാണ് സംഭവം അറിയുമ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് ഒന്ന് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാണ് കേട്ടോ. അപ്പോ അന്ന് 11 എക്സിറ്റ് പോൾ പുറത്തു വന്നപ്പോൾ 6 LDF തുടർ ഭരണം പ്രഖ്യാപിച്ചു. ഒരെണ്ണമാണ് UDF തുടർ ഭരണം പ്രഖ്യാപിച്ചത്. 4 ായിരുന്നു. ആര് വേണമെങ്കിലും അപ്പോ ഒരു സീറ്റിനാണെങ്കിൽ ഒരെണ്ണത്തിനാണെങ്കിൽ പോലും തുടർ ഭരണമാണ് കഴിഞ്ഞ തവണ എക്സിറ്റ് പോൾ പ്രവചിച്ചത്. ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് 50% ഏജൻസികൾ എക്സിറ്റ് പോളിൽ ഒരു റിസൾട്ട് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ എക്സിറ്റ് പോളിന് ശാസ്ത്രീയമായി ചെയ്തതാണെങ്കിൽ ഒരു ട്രെൻഡ് ഉണ്ടെന്ന് തന്നെ പറയാം. നമുക്ക് ഹരിയാന നമ്മുടെ മുന്നിലുണ്ടെന്ന് മറക്കണ്ട. അത് തെറ്റിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അതും സാധ്യതയുണ്ട്. ബീഹാർ ഇന്ത്യ ടുഡേ മൈ ആക്സസിന് പോലും തെറ്റിപ്പോയി. ഇന്ത്യയിൽ ഏറ്റവും വിശ്വാസത ഉണ്ടെന്ന് നമ്മൾ കരുതുന്നു. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ എക്സിറ്റ് പോൾ മുഴുവൻ തെറ്റി. പക്ഷെ ഒരു കാര്യമുണ്ട്, സർവേകളെക്കാൾ കുറച്ചുകൂടി ആധികാരികത എക്സിറ്റ് പോളുകൾക്കുണ്ട്.